കൈലാസത്തിലേക്ക് പോകുന്ന ആൾക്കാർ അതിനു വേണ്ടി നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ശക്തി എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ കടക്കുന്നിടത്താണ് ആ യാത്ര പോകുന്നത്. മഞ്ഞു മൂടിയ മലനിരകൾ, അവിടെ ശിവഭഗവാനും പാർവതി ദേവിയും കൂടി ശരിക്കും അതുപോലെയാണോ കൈലാസം കാണാൻ? പലരും പല രീതിയിലാണ് കൈലാസത്തിനെ കാണുന്നത്. അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു മകൾക്ക് ഉണ്ടാവുന്ന ഒരു സുരക്ഷിതത്വം, ഒരു സ്നേഹമുണ്ട്. അതാണ് ചേച്ചിക്ക് അവിടെ ഫീൽ. നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായും ഈ പർവ്വതത്തിന്റെ അധീനതയിലാണ്. നമ്മൾ ശരീരം മാത്രമായിട്ട് പോയാൽ അവിടെ എത്താൻ പറ്റില്ല. പിന്നെ എത്ര പൂർണ്ണ ആരോഗ്യനായി പോകുന്ന ഒരാളുടെ കാല് ഒരു കല്ലുമ്പോൾ തട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ശിവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശവമാണ് എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ദേഹമല്ല, ദേഹിയാണ് പോവുക. ആ ഒരു ബോധം നമ്മളിലേക്ക് വരുമ്പോൾ പിന്നെ ഈ മലകളും മഞ്ഞും തണുപ്പും ഈ ദുർഘടമായ പാതകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമാവില്ല. വല്ലാത്തൊരു നമ്മുടെ നിസ്സഹായാവസ്ഥ നമുക്ക് ബോധ്യപ്പെടും. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അറിവിൻ്റേത്, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ ആരോഗ്യത്തിൻ്റെ അഹങ്കാരം മുഴക്കിയിരുന്ന ഒരു മൊമെന്റാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ കൈലാസത്തെ അറിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. നിങ്ങളുടെ ആ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ നിമിഷമായിരിക്കും